ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കിയാലോ. നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ ഒരു എഗ് റോസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ, ഒരുപാട് വ്യത്യസ്തമല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവോള വളരെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും ക്യാപ്സിക്കം ഒരേ വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതിലേക്കൊരു 4 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്രാമ്പു ഒന്ന് ചൂടായി തുടങ്ങണം. അത്യാവശ്യം കുറച്ച് എണ്ണ വേണം. ഗ്രാമ്പു പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്ത് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരണം സവോള, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കത്തിന്റെയും തക്കാളിയുടെയും കൂടെ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കവും സവോളയും തക്കാളിയും നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികളൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികളും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും കുക്കാവാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മുടെ പൊടികളും കുക്കായി കിട്ടും, അതുപോലെ തന്നെ വെജിറ്റബിൾസും കുക്കായി കിട്ടും. ഇതെല്ലാം ഓവർ കുക്കായി പോകണ്ട കേട്ടോ. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം തക്കാളിയും ക്യാപ്സിക്കവും കിട്ടാനായിട്ട്. അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 സ്റ്റേജായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ മുട്ട ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് മുട്ട നമുക്ക് നീളത്തിൽ 4 ആയിട്ട് കട്ട് ചെയ്യാം, 2 ആയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ പൊടികൾ വേഗം തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. പൊടികൾ കുക്കായി കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്.
ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം, ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ആ ബാക്കിയിരിക്കുന്ന വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 4-5 സെക്കൻഡ് മാത്രം അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പ്രസൻറ്റേഷന് വേണ്ടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.